കഴിഞ്ഞ ദിവസം മെജുമാട്ട് പോയപ്പോൾ ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ച് ഐസ്ക്രീം സ്റ്റിക്ക് പിന്നെ ഈ സാധനം വേണ്ട എന്ന് തോന്നി പിന്നെ അവസാനം കയ്യിൽ നിന്ന് വെക്കാൻ തോന്നാണ്ട് എടുത്തിട്ട് പോകുന്നതാണ്. ക്രാഫ്റ്റൊക്കെ ഇടാകുമ്പോൾ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഈ ബുക്ക് എവിടെ ബുക്ക് കണ്ടാലും വാങ്ങാൻ എടുത്തു വരെയാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഇത് കണ്ടപ്പോൾ മനസ്സിൽ വേറെ ഐഡിയ തോന്നി കേട്ടോ, വേറെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ തോന്നിയാലോ, അതിന് വേണ്ടി ആ മുട്ടുസൂചി പിന്നെ ഈ പിങ്ക് കളർ വൂളൻ ത്രെഡ് കുറേ കാലമായി നോക്കണു, അതും കിട്ടി. പിന്നെ സാധാരണ നമ്മുടെ സെല്ലോ ടാപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങി വെച്ചു. ഒരാവശ്യമില്ലാണ്ട് എടുത്തൊരു സാധനമാണ് ഈ ഗ്ലിറ്റർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അങ്ങനെ എടുത്തു. ഒരു നൊസ്റ്റോൻ്റെ പേരിലെടുത്തതാണ്. ഇത് വെള്ളത്തിലിടുമ്പോൾ വലുതായി വരുന്ന ആ ബോൾസ്. ഇനി ഇതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വരയ്ക്കാനൊക്കെ അറിയുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതിൻ്റെ സ്കെച്ച് ബുക്കാണ് കേട്ടോ. മൈൻഡ് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമല്ലോ, അതിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ വാൾ ഹാങ്ങറും പിന്നെ ഒരുപാട് കാലമായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ക്വിൽ പേപ്പർ, അങ്ങനെ തന്നെയല്ലേ പറയുക, ക്വില്ലിംഗ് പേപ്പറാണ് കേട്ടോ, റെഡ് കളർ. ക്രാഫ്റ്റിന് വേണ്ടി നോക്കി വെച്ചതായിരുന്നു. പിന്നെ ഖലീൽ ജിബ്രാൻ്റെ പേര് കണ്ടപ്പോൾ കണ്ണും മൂട്ടിയെടുത്തൊരു ബുക്കാണത്. പിന്നെ കുറച്ച് എ4 ഷീറ്റ് എപ്പോഴും ആവശ്യമാണല്ലോ. ഒരാവശ്യമില്ലാണ്ട് കുറച്ച് പെന്നുകൾ മേടിച്ചു. ഇനി കാണിക്കാൻ പോകുന്നതാണ് കേട്ടോ ഇതിലെ മെയിൻ ആൾക്കാർ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് കാണുന്നത്. ചേച്ചി കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാണ്. സൈഡിലുള്ള കളറില്ലേ, നമ്മുടെ ബ്രഷിൽ ഇച്ചിരി വെള്ളമാക്കിയിട്ട് ആ കളറിൽ തന്നെ തൊട്ട് ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കറിയാമായിരുന്നു ഇങ്ങനൊരു സംഭവം? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. കുഞ്ഞു ചെക്കന് കുഞ്ഞു ബുക്കും വലിയ ചെക്കന് വലിയ ബുക്കും. ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് പോയതാ കടയ്ക്ക്. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നേന്ന് നോക്കിയേ.